കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം വടക്കേ മലബാറിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നു. ഒന്ന് അക്കരെ കൊട്ടിയൂരും മറ്റൊന്ന് ഇക്കരെ കൊട്ടിയൂരും, അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂവാണ്. പാല്, നെയ്യ്, കരിക്ക് എന്നിവ കൊണ്ടാണ് അഭിഷേകം. തടാകത്തിൻ്റെ നടുവിലായുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാരക്കല്ലിലാണ് പാർവതീദേവിയെ ആരാധിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് വൈശാഖോത്സവം നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനായി ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. വയനാടൻ ചുരങ്ങളിൽ നിന്നൊഴുകി വരുന്ന വാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധന കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. നെയ്യാട്ടത്തോടു കൂടിയാണ് ഉത്സവം തുടങ്ങുക. തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരോരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് ഒരു വാൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നത്. ഈ വാളുകൊണ്ടാണ് ശിവൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം. മുതിരോരിക്കാവിലെ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു. ഈ ഉത്സവം ദക്ഷയാഗത്തിന് സമാനമാണ് എന്ന് കരുതപ്പെടുന്നു. കാടിൻ്റെ നടുവിലായുള്ള ഈ ക്ഷേത്രത്തിൽ വളരെ നിഗൂഢമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന കൊണ്ട് തന്നെ വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം. അതിനാൽ തന്നെ നിരവധി ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം തുറന്ന് പ്രവേശനമുള്ളൂ. വൈശാഖോത്സവത്തിന് ശേഷം താൽക്കാലികമായി കാട്ടോലയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പൊളിച്ച് പുഴയിൽ ഒഴുക്കുകയാണ് പതിവ്.